قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്തു നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ 1, 2, 3 ഖുതുബകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് സംഘപരിവാർ ശക്തികൾ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന, ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന വർഗീയതയെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും വിദ്വേഷത്തെക്കുറിച്ചുമാണ്. സംഘപരിവാർ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിലെ ഫ്രിഞ്ച് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുന്ന കാസയും അതോടൊപ്പം തന്നെ നവ നാസ്തികരും എക്സ് മുസ്ലിംസുമൊക്കെ ആ വിഷയത്തിൽ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്തുന്നതിൽ, വളർത്തിക്കൊണ്ടുവരുന്നതിൽ. അങ്ങനെ ഇരിക്കെ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത്. വലിയ പെരുന്നാളും ക്രിസ്മസും ഓണവും എല്ലാം ഒന്നിച്ചു വന്ന സന്തോഷത്തിലാണ് രാജ്യത്തെ സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളുള്ളത്. കാരണം അവർക്ക് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ, മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ, വിദ്വേഷം പ്രചരിപ്പിക്കാൻ വീണ് കിട്ടിയ ഒരവസരമായിട്ടാണ് അതിനെ അവർ കാണുന്നത്. അതിൻ്റെ മറവിൽ മുസ്ലിം വെറുപ്പുൽപ്പാദിപ്പിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അതിനപ്പുറം ശക്തമായ ഇസ്ലാം വിരോധവും ശക്തമായ ഖുർആൻ വിരോധവും പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് വിമർശനാതീതമായ ഒരു മതമോ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിമർശനാതീതമായ ഒരു വേദഗ്രന്ഥമോ അല്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് വിമർശനമല്ല, നിരൂപണമല്ല. അതിനപ്പുറം ഇതിനോടൊക്കെ മുസ്ലിങ്ങളോട്, ഇസ്ലാമിനോട്, ഖുർആനിനോട് ഒക്കെ ആളുകൾക്ക് വെറുപ്പുണ്ടാകണം. അതിനെ ഭയത്തോടു കൂടി നോക്കിക്കാണണം. അതുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പച്ച നുണകൾ, പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. വൈദിക വേഷം അണിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിലെ പ്രവാചക ശബ്ദം എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ്ന ടിവിയിൽ ഫാദർ തറയക്കടവിലച്ഛൻ എന്ന് പറയുന്ന ഒരച്ഛൻ വന്നുകൊണ്ടിരുന്ന് പറയുന്നത് തീവ്രവാദത്തിന് മതമുണ്ട്, അത് ഒരു മതമാണ്, അത് ഇസ്ലാം മതമാണ്, ഇസ്ലാം മതമാണ് തീവ്രവാദത്തിൻ്റെ മതം എന്ന് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ടി വിയിൽ ഇവരുടെ യൂട്യൂബിൽ വന്നിരുന്ന് പ്രസംഗിക്കുകയാണ്. എന്ന് മാത്രമല്ല, പഹൽഗാമിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളെല്ലാം, അത് ഏത് രൂപത്തിലുള്ള ആക്രമണങ്ങളാണെങ്കിലും, തുണി പൊക്കി നോക്കിയുള്ള ആക്രമണമാണെങ്കിലും, കെലിമ ചൊല്ലാൻ പറഞ്ഞുള്ള ആക്രമണമാണെങ്കിലും, അങ്ങനെ എന്ത് അക്രമങ്ങളാണെങ്കിലും അതിൻ്റെ എല്ലാം ബേസ് കിടക്കുന്നത് ഖുർആനിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം നുണകൾ പറഞ്ഞ് ഈ സമുദായത്തെ വെറുപ്പിക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഇവരൊക്കെ കൂടി ഓവർ ടൈം പണിയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. യഥാർത്ഥത്തിൽ പഹൽഗാമിൽ നടന്നത്
മനസാക്ഷിയുള്ള ഏതൊരാളുടെയും മനസാക്ഷി മരവിച്ചു പോകുന്ന രൂപത്തിലാണ് അവിടെ നടന്ന ഭീകരാക്രമണം. 26 പച്ച മനുഷ്യ ജീവനുകൾ നിമിഷ നേരം കൊണ്ട് പൊലിഞ്ഞുപോയ ആ സംഭവം ഏതൊരു മനുഷ്യനെയും, ജാതി മത ഭേദമന്യേ ഏതൊരു മനുഷ്യനെയും വേദനിപ്പിക്കും, ദുഃഖിപ്പിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരിതിനെ നോക്കിക്കാണുന്നത് അങ്ങനെയുള്ള ദുഃഖഭാവത്തോടു കൂടിയല്ല, കിട്ടിപ്പോയേ എന്നുള്ളതല്ല. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ, മുസ്ലിങ്ങളെ വെറുപ്പിക്കാൻ കിട്ടിപ്പോയ ഒരവസരം പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടി വന്നതുപോലെ, ഓണവും ക്രിസ്മസും ഒക്കെ കൂടി ഒന്നിച്ചു വന്നതുപോലെയുള്ള സന്തോഷത്തിലാണ് അവർ. അതുകൊണ്ടാണ് അവർ അത് പറയുമ്പോഴും ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനിടയിൽ അവർക്ക് കല്ലുകടിയായിട്ട് വന്ന 2 സംഭവങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തിനിടയിൽ കല്ലുകടിയായിട്ട് അവർക്ക് വന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നമുക്കറിയാം, ആ ഭീകരാക്രമണം അവിടെ നടക്കുമ്പോൾ ഈ അക്രമകാരികളിൽ നിന്ന് ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച സയ്യിദ് ആദിൽ ഷാ എന്ന് പറയുന്ന, ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിനകത്ത് മരണപ്പെട്ടു. ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇവർക്ക് കല്ലുകടിയാണ്. രണ്ടാമത്തെ സംഭവം, ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരൻ എൻ രാമചന്ദ്രന്റെ മകൾ സഹോദരി ആരതി തനിക്ക് അവിടെ മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടിയ, മുസാഫിറും സമീറും എന്ന് പറയുന്ന 2 മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടിയ സഹായ സഹകരണങ്ങളെ കുറിച്ച് പറയവേ അവർ വൈകാരികമായി പറഞ്ഞു, അവർ എൻ്റെ സഹോദരങ്ങളാണ്, ഞാൻ കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്ന് അവരോട് ബൈ പറയുമ്പോൾ അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ വാർത്തയും അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇവർക്ക് വലിയ ഒരു കല്ലുകടിയായിപ്പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത്തരമൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, നടന്ന് എന്ന് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, അത്തരമൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യത്വമുള്ള ഏതൊരാളെയും അത് സന്തോഷിപ്പിക്കുകയോ ചെയ്യുകയുള്ളൂ. കാരണം ഒന്നവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരാണ് ഭീകരവാദികൾ എന്നാണല്ലോ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അങ്ങനെയല്ല, അതിൽ മനുഷ്യത്വമുള്ളവരും മനസാക്ഷിയുള്ളവരും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആതിര എന്ന് പറയുന്ന, ഇവരുടെ പേര് ആതിര എന്നറിഞ്ഞിട്ടും അവരെ സഹായിക്കാൻ മുസ്ലിം ചെറുപ്പക്കാർ സന്നദ്ധമായത്. അതിൽ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്, അതിൽ പിന്നെ അവരോട് സ്നേഹമല്ല ഉണ്ടാകേണ്ടത്. അതിനിടയിലും ഓടി മാറുന്നതിന് പകരം ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ തോക്കുകൾ തട്ടിത്തെറിപ്പിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാം അയാൾക്ക്. അങ്ങനെ ഒരു ആദിൽ ഷാ, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചെയ്തതിൽ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. കാരണം അങ്ങനെ ചെയ്തല്ലോ, അതിനിടയിലും രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയല്ലോ എന്നല്ലേ ഏതൊരു മനുഷ്യത്വമുള്ള മനുഷ്യൻ്റെ മനസ്സിലും തോന്നുക. എന്നാൽ ഇവർക്ക് അങ്ങനെയല്ല തോന്നുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ചെറുപ്പക്കാരൻ്റെ രക്തസാക്ഷിത്വവും ടൂറിസ്റ്റുകളെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് എല്ലാ മാധ്യമങ്ങളും നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ 2 സംഭവങ്ങളും സംഘപരിവാറിനെ തലോടുന്ന മാധ്യമങ്ങളൊന്നും കാര്യമായ കവറേജ് കൊടുത്തിട്ടില്ല നമ്മുടെ രാജ്യത്ത്. കാരണം അതറിയരുത്, അതാളുകൾ അറിയരുത്. അത് ആളുകളോട് അറിഞ്ഞാൽ മുസ്ലിങ്ങൾ നല്ലവരാണെന്നെങ്ങാനും അവർ ചിന്തിച്ചു പോയാലോ, അവരിലും നല്ലവരുണ്ട്, അല്ലെങ്കിൽ ഭൂരിപക്ഷം അവരിലും നല്ലവരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി പോയാലോ. അതുകൊണ്ട് അതിന് കവറേജ് കൊടുത്തിട്ടില്ല ഇവരാരും. അല്ലാത്ത മാധ്യമങ്ങൾ പൊതുവിൽ നിർവാഹമില്ലാതെ അത് ചൂണ്ടേണ്ടി വന്നിട്ടുണ്ടാകാം. അല്ലാത്ത എല്ലാ മാധ്യമങ്ങളും രാജ്യത്ത് അത് റിപ്പോർട്ട് ചെയ്തു, ലോകത്തത് റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് സംഘപരിവാറിന്റെ കേരളത്തിലെ ബുദ്ധിജീവിയായിട്ടുള്ള TG മോഹൻദാസ് യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു പറയുന്നത് ഒരു ആദിൽ കഥ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്ന അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ്. പച്ചയായിട്ട് അദ്ദേഹം പറയുന്ന അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അത് കെട്ടുകഥയാണ് എന്നാണ്. എവിടെ നടന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യമല്ല ഈ പറയുന്നത്. നമ്മുടെ ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന സംഭവമാണ്. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ്. അത് കെട്ടിച്ചമച്ച കഥയൊന്നുമല്ല. എന്നിട്ട് യാതൊരുവിധ ഉളുപ്പില്ലാതെ അദ്ദേഹം പറയുകയാണ് ആദിൽ കഥ ഒരു കെട്ടുകഥയാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. എന്താ അത് പറയേണ്ടി വരുന്നത്? കാരണം അങ്ങനെ ഒരു ആദിൽ ചെയ്തു എന്ന് വന്നാൽ മുസ്ലിങ്ങളോടെങ്ങാനും ആർക്കെങ്കിലും ഒരു സ്നേഹം തോന്നിപ്പോയാലോ,
ഒരു അനുകമ്പ തോന്നിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതില്ല എന്ന് പറയുന്നത്. ഒരു സംഭവം അത്. രണ്ടാമത്തെ സംഭവം ആതിരയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ആതിരയുമായി ബന്ധപ്പെട്ട സംഭവം നിഷേധിക്കാനുള്ള ധൈര്യം ഇവർക്കില്ല. കാരണം അത് എടപ്പള്ളിക്കാരി ആതിരയാണ്. അതുകൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞതാണെങ്കിൽ, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ഒരു ആതിരയാണ് പറഞ്ഞതെങ്കിൽ അവർക്ക് കേരളത്തിലെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പറയാം അതങ്ങനെ ഒരു സംഭവം നടന്നിട്ടൊന്നുമില്ല, അത് ഇവർ കെട്ടിച്ചമച്ചതാണ്, ഈ തീവ്രവാദികളെ സഹായിക്കുന്ന ആളുകൾ ഇവിടെ കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ അവരെ തലോടുന്ന മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയാം. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ. കാരണം കളമശ്ശേരിയിലെ കേരളത്തിലെ എറണാകുളത്തെ എടപ്പള്ളിയിലുള്ള ആതിരയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താ അവർ ചെയ്തത്? ആതിരയോടാണ് വെറുപ്പ് മുഴുവൻ. നിങ്ങൾ ആതിര സംഭാഷണം നടത്തുന്ന അല്ലെങ്കിൽ ആ പറയുന്ന വീഡിയോന്റെ താഴെയൊക്കെ നിങ്ങൾ ചെന്ന് നോക്കൂ. ശക്തമായ സൈബർ ആക്രമണങ്ങളാണ് അവർക്കെതിരെയുള്ളത്. അവരെ കുറിച്ച് പറയുന്നത് കണ്ടില്ലേ, അവരുടെ ലിപ്സ്റ്റിക്ക് കണ്ടില്ലേ? അവര് അച്ഛൻ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊണ്ടുപോയത്? കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണോ? അതുപോലെ തന്നെ അച്ഛന്റെ മരണത്തിന്റെ മറവിൽ പോലും റെപ്യൂട്ടേഷൻ കിട്ടാനുള്ള, പ്രശസ്തി ആർജിക്കാനുള്ള തന്ത്രമാണ് അവൾ നടത്തുന്നത്. അവൾ ചിലപ്പോൾ അച്ഛനെ കൊന്നതിൽ തീവ്രവാദികളോട് നന്ദി പറഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സുകളാണ് ഈ റിപ്പോർട്ടുകളുടെ ഒക്കെ താഴെ വരുന്നത്. ശക്തമായ സൈബർ ആക്രമണങ്ങളാണ് ആ സഹോദരിക്ക് നേരെ ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാ അങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇവിടെ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ തെളിഞ്ഞു വരുന്ന ചിത്രമുണ്ട്. രണ്ടു പേരും ഈ പറയുന്ന മനുഷ്യരെ, ആക്രമണത്തിന് വിധേയമായ മനുഷ്യരെ സഹായിച്ച ആളുകളാണ് ഈ രണ്ടുപേരും. എന്നിട്ടും ഇവർക്ക് അവരെ ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാ? ഒരു സംഭവം നടന്നില്ല എന്ന് ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും, മറ്റേ സംഭവം പറഞ്ഞ സഹോദരിയുടെ നേരെ ശക്തമായ സൈബർ ആക്രമണം അഴിച്ചുവിടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ തെളിയുന്ന വലിയൊരു ചിത്രം, ഞങ്ങൾക്ക് ദേഷ്യം തെമ്മാടികളായ മുസ്ലിങ്ങളോടല്ല, ഞങ്ങൾക്ക് ദേഷ്യം മൊത്തം മുസ്ലിങ്ങളോടാണ് എന്ന് തെളിയിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇവർ അത് നന്മയായി കാണണ്ടേ? ഇതൊക്കെ പറയുമ്പോഴും ഇവരെന്താ പറയേണ്ടത്? എല്ലാവരും അങ്ങനെയല്ല. കാരണം നമ്മൾ ആതിരയെ സഹായിച്ച മുസാഫിറിനെയും അതേപോലെ തന്നെ സമീറിനെയും കണ്ടില്ലേ? ആദിൽ ഹുസൈൻ ഷായെ നമ്മൾ കണ്ടില്ലേ? ഇവരിൽ എല്ലാവരും അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. ഭൂരിപക്ഷം ആളുകളും നല്ല മനുഷ്യരാണ്. തീവ്രവാദികളായിട്ട് എന്നല്ല ഇവർ പറയേണ്ടത്. അതിനതല്ല പറയുന്നത്. ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത് കെട്ടുകഥയാണ്. കാരണം മുസ്ലിമിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർ രാജ്യത്തെ, ലോകത്തെ, ഹൈന്ദവ സമൂഹത്തെ ധരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവർ വന്ന് ചാനലുകളിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഇവർ പറയും ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചും അല്ല പറയുന്നത്. ഇവർക്ക് തന്നെ തോന്നുകയാണ് ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വരണതെന്ന്. നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എല്ലാ മുസ്ലിങ്ങളെയാണെന്ന് ഇവർക്ക് തന്നെ പറഞ്ഞു വരുമ്പോൾ തോന്നുന്നത് കൊണ്ടാണ് ഇവർ ഇടയ്ക്ക് കയറി പറയുന്നത് ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളെയും ഉദ്ദേശിച്ചല്ലേ ഈ പറയുന്നത്. ഈ പറയുന്നതിൽ ഇവർക്ക് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് സംഭവങ്ങളെ ഹൈലൈറ്റ് ചെയ്യലേ ചെയ്യേണ്ടത്. അതിന് ഈ രണ്ട് സംഭവങ്ങളെയും തള്ളി പറയാനാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാകുന്നത്? ഇവർക്ക് അങ്ങനെ നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്നൊന്നില്ല. ഇവരുടെ മുമ്പിൽ മുസ്ലിം വിരോധം മാത്രമാണുള്ളത്. ഇവരുടെ മുൻപിൽ മുസ്ലിം വിരോധം മാത്രമാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിചാരധാരയിൽ, ബഞ്ച് ഓഫ് തോട്ടിൽ, ഇവരുടെ വേദപ്രമാണ ഗ്രന്ഥം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ബഞ്ച് ഓഫ് തോട്ടിൽ നല്ല മുസ്ലിങ്ങൾ, ചീത്ത മുസ്ലിങ്ങൾ എന്നൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. മുസ്ലിങ്ങൾ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണെന്നാണ് ഉള്ളത്. അല്ലാതെ നല്ല മുസ്ലിങ്ങളുണ്ട് ഇവരുടെ ഇടയിൽ, ആ മുസ്ലിങ്ങളെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. ചീത്ത മുസ്ലിങ്ങളും തെമ്മാടികളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, അവരെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് എന്നല്ല ഇവർ പറയാ. മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ വൈദേശിക ഭീഷണിയേക്കാൾ ആഭ്യന്തര ഭീഷണിയായിട്ടുള്ള മുസ്ലിങ്ങൾ അപകടകാരികളാണെന്നാണ് പറയുന്നത്. അല്ലാതെ നല്ല മുസ്ലിങ്ങൾ പ്രശ്നക്കാരല്ല, ചീത്ത മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന ഒരു വിവേചനം അവിടെ നടത്തുന്നേയില്ല. അപ്പോ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ശക്തമായ വെറുപ്പും വിരോധവും ഉൽപ്പാദിപ്പിക്കാൻ, യാഥാർത്ഥ്യങ്ങളെ പോലും കണ്ടില്ല എന്ന് നടിക്കാനുള്ള ശക്തമായ ശ്രമം ഇവിടെ നടക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷം APCRന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്ന APCRന്റെ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം രാജ്യത്ത് മുസ്ലിം വിരോധം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് മാത്രമല്ല, നമുക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ചാലും ഈ റിപ്പോർട്ട് വസ്തുതാപരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൽക്കറ്റയിൽ
കസ്തൂരിദാസ് മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ എടുത്ത നിലപാടെന്തെന്നറിയാമോ? മുസ്ലിമിനെ ഞാൻ ചികിത്സിക്കൂല എന്നാണ്. ഈ സംഭവത്തിന് ശേഷം മുസ്ലിമിനെ ഞാൻ ചികിത്സിക്കൂല എന്നാണ് കസ്തൂരിദാസ് മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ എടുത്ത നിലപാട്. നമുക്കറിയാം, ഈ അഷ്റഫ് എന്ന് പറയുന്ന ഒരു മെന്റലി ചലഞ്ചറായിട്ടുള്ള ഒരു സഹോദരനെ മംഗളൂരു വച്ച് തല്ലിക്കൊന്നു സംഘപരിവാർ ആൾക്കൂട്ടം. തല്ലിക്കൊന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ തല്ലിക്കൊന്ന ഇവരും അങ്ങ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഇവരും തമ്മിൽ എന്ത് വ്യത്യാസം? എന്ത് വ്യത്യാസം ഇവർ തമ്മിലുള്ളത്? അവരും തെരഞ്ഞു പിടിച്ച് മതം നോക്കി തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. ഇവരെന്താ ചെയ്തത്? ഇവരും അത് തന്നെയല്ലേ ചെയ്തത്. ആ മെന്റലി ചലഞ്ചറായിട്ടുള്ള ആ സഹോദരൻ എന്താ ചെയ്തത്? എന്ത് തെറ്റാ ചെയ്തത്? അവസാനം കുടുങ്ങുമെന്ന് കണ്ടപ്പോൾ അയാൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞ് സംഗതിയെ ന്യായീകരിക്കാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവരും അവരും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പച്ചയായ മനുഷ്യരെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു വെച്ച എന്തിനാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നിരന്തരമായി നമ്മളിത് കേൾക്കുകയാണ്. ഒരു ഭാഗത്ത് സംഘപരിവാറിൻ്റെ ആളുകളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നു, മറുഭാഗത്ത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നു. വേറൊരു ഭാഗത്ത് കാസയുടെ ഭാഗത്തു നിന്നും കാസ സ്പിരിറ്റുള്ള വൈദിക വേഷമണിഞ്ഞ വൈദികന്മാരുടെ ഭാഗത്ത് നിന്നും, വേറൊരു ഭാഗത്ത് നവനാസ്തികരുടെ ഭാഗത്ത് നിന്ന്, മറ്റൊരു ഭാഗത്ത് എക്സ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഇങ്ങനെ എല്ലാ ദിക്കുകളിൽ നിന്നും മുസ്ലിം വിരോധവും ഖുർആൻ വിരോധവും ഇസ്ലാം വിരോധവും നിരന്തരം ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി സ്പോണ്ടേനിയസ് ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് നമ്മളിലുണ്ടാവും. ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു വർഗീയ മനസ്സ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് നിരന്തരം കേൾക്കുകയാണ്, കാണുകയാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ പണ്ടത്തെ പോലെയല്ല, സോഷ്യൽ മീഡിയയിലൂടെ ലൈവായിട്ടെല്ലാം നമുക്ക് കിട്ടുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ മുസ്ലിങ്ങളുടെ മനസ്സിലും എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഇത്തരത്തിലുള്ള ഒരു വർഗീയ മനസ്സ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അത്തരമൊരു വർഗീയ മനസ്സ് നമ്മളിൽ രൂപപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു, ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്. ഫോർ എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂട്ടന്റെ ഒരു തേർഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്, മൂന്നാം ചലന നിയമം. എല്ലാ പ്രവർത്തനങ്ങൾക്കും തത്തുല്യവും എതിരുമായ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ തത്വം ഇവിടെ എടുത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ശരിയായി വരും. കാരണം അതിൻ്റെ ഒരു നാച്ചുറൽ ഇഫക്റ്റ് ആൻഡ് ഇമ്പാക്റ്റ് ആണ് ഈ പറയുന്ന. അവിടെ നിന്ന് വർഗീയവാദം ശക്തമായിട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതികരണം എന്നോണം നമ്മുടെ മനസ്സിലും വർഗീയത രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സംഘപരിവാറിനെയും ഹിന്ദു സമൂഹത്തെയും വേർതിരിക്കാൻ കഴിയാതെ വരും. കാസയെയും ക്രിസ്ത്യാനിയെയും വേർതിരിക്കാൻ കഴിയാതെ വരും. നമ്മൾ സംഘപരിവാർ സംഘത്തെ അതങ്ങനെ തന്നെ നമ്മൾ കാണണം. സംഘപരിവാർ സമൂഹമല്ല ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും രണ്ടായി കാണാൻ നമുക്ക് കഴിയണം. കാസയല്ല ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. കാസയെയും ആ കാസക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരെയൊക്കെ നമ്മൾ വേറെ തന്നെ കാണണം. അവരോടുള്ള വിരോധം, അവരോടുള്ള വെറുപ്പ് ഹിന്ദു സമൂഹത്തോടുള്ള വിരോധവും ക്രൈസ്തവ സമൂഹത്തോടുള്ള വിരോധവുമായി മാറിപ്പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോണ്ടേനിയസ് ഇഫക്റ്റ് ആണത്. സ്വാഭാവികമായിട്ട് അത് വരും, അതുണ്ടാകും, അതെവിടെയും ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ നമ്മൾ നോക്കണം. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മുസ്ലിം സമൂഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. മുസ്ലിം സമൂഹത്തിന് ഇപ്പം കൊടുക്കേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഇതാണ്. മറ്റേതൊരു വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാർക്കും മുസ്ലിങ്ങൾക്കും പൊതുവിലും ഒക്കെ കൊടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടാനുള്ള ഈ വർഗീയ വിദ്വേഷം, തിരിച്ചുള്ള ഒരു ഇഫക്റ്റ്, അത് രൂപപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. ഇത് നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റിലീജിയസ് പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കിയാലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കിയാലും, അഥവാ മതപരമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കിയാലും രാഷ്ട്രീയമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കിയാലും മുസ്ലിങ്ങളിൽ വർഗീയ മനസ്സ് രൂപപ്പെടുന്നത് അൾട്ടിമേറ്റ്ലി മുസ്ലിങ്ങൾക്ക് തന്നെ എതിരായിരിക്കും. ഇതിൻ്റെ സൈക്കോളജിയും ഇതിൻ്റെ മാത്തമാറ്റിക്സും നമ്മൾ മനസ്സിലാക്കണം. അഥവാ മതപരമായി നമ്മൾ നോക്കിയാലും രാഷ്ട്രീയമായി നമ്മൾ നോക്കിയാലും
നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ വർഗീയവൽക്കരിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ വർഗീയ മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ, അത് ആത്യന്തികമായിട്ട് നമുക്ക് തന്നെയാണ് നഷ്ടം. രണ്ടർത്ഥത്തിലും നഷ്ടം നമുക്ക് തന്നെയാണ്. മതപരമായും നഷ്ടം നമുക്ക് തന്നെയാണ്, രാഷ്ട്രീയമായിട്ടും നമുക്ക് നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞല്ലോ, വൈകാരിക പ്രഭാഷണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. വൈകാരിക പ്രഭാഷണങ്ങളൊന്നുമല്ല ഇപ്പോൾ ആവശ്യം. അവധാനതയോടുകൂടി ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കാണ് ഇപ്പോൾ പ്രസക്തിയുള്ളത്. വൈകാരികമായ പ്രഭാഷണങ്ങളും അതുപോലുള്ള സംഗതികളൊക്കെ താൽക്കാലികമായി ഒരു സുഖം കിട്ടും എന്നതിനപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ അതിൽ കഴിയില്ല. ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ നോക്കൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, ഞാൻ മനുഷ്യരെ ആദരിച്ചിരിക്കുന്നു. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 70-ാമത്തെ വചനം. നമ്മളൊക്കെ കാണാതെ പഠിക്കേണ്ട ഒരു ആയത്താണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ജാതി മത കാഴ്ചപ്പാടുകൾക്ക് അതീതമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആദരിച്ചിരിക്കുകയാണ്. അവൻ ഏത് ജാതി ഏത് മതം എന്നുള്ളത് പ്രശ്നമേ അല്ല. ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ നന്നായി കോറിയിടേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച, അവരെ സൃഷ്ടിച്ച അള്ളാഹു എല്ലാവരെയും ജാതി മത ചിന്തകൾക്കതീതമായി ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുക, നീതി പാലിക്കുക എന്ന് പറയുന്നത് മതാതീതമായ മൂല്യങ്ങളായിട്ടാണ് ഇസ്ലാം കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, മറ്റുള്ള മതസ്ഥർക്ക് നന്മ ചെയ്യുക, അതുപോലെ തന്നെ അവരോട് നീതി കാണിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം കാണുന്നത്, ഇസ്ലാം കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണല്ലോ കാണുന്നത് മതാതീതമായ മാനവിക മൂല്യങ്ങളായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. അള്ളാഹു എല്ലാ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു എന്ന്. നമ്മുടെ മനസ്സിൽ വർഗീയത രൂപപ്പെടുമ്പോൾ ഈ മൂല്യങ്ങൾ കൈയൊഴിയാൻ നമ്മളറിയാതെ നമ്മൾ ശ്രമിക്കും. ഏത്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവരോട് നീതി കാണിക്കുക എന്ന് പറയുന്ന മതാതീത മാനവിക മൂല്യങ്ങളായിട്ട് വിശുദ്ധ ഖുർആനും ഇസ്ലാമും കാണുന്ന ഈ മൂല്യങ്ങൾ കൈയൊഴിയാൻ നമ്മളറിയാതെ ശ്രമിക്കും. ഇതൊക്കെ നമ്മളറിയാതെ നമ്മിൽ രൂപപ്പെടുന്നതാണ്. ബോധപൂർവം രൂപപ്പെടുത്തിയെടുക്കുന്ന ആളുകളുണ്ടാകാം, പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളറിയാതെ നമ്മൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അതുപോലെ തന്നെ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചൊരായത്തുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് 2 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത് 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിനയിലെ 8-ാം വാചകം. ആമുഖത്തിൽ ഞാൻ ഓതി വെച്ചത് അതാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. എന്താ അള്ളാഹു പറയുന്നത്? അള്ളാഹുവിന് യാതൊരു വിരോധവുമില്ല. എന്ത്? നിങ്ങളുടെ മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് ഏറ്റുമുട്ടലിന് വരാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് നന്മയിൽ വർത്തിക്കുന്നതിനും നീതി കാണിക്കുന്നതിനും അള്ളാഹ്ക്ക് യാതൊരുവിധ തടസ്സവുമില്ല. 60-ാം അധ്യായം 8-ാം വചനമാണിത്. മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയോ ചെയ്യാത്ത ആളുകളുണ്ടല്ലോ, അവരോട് നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. അവർക്ക് നന്മ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു തടസ്സമാകേണ്ട കാര്യമില്ല. അവരോട് നീതി കാണിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, നീതിമാന്മാരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. നീതിമാന്മാരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലും സംഘപരിവാർ നമ്മളോട് കാണിക്കുന്ന അന്യായങ്ങൾക്ക് ഹിന്ദു സമൂഹത്തോടൊരു വെറുപ്പ് വെച്ച് പുലർത്തുന്നതിൽ ഒരു ന്യായവുമില്ല. കാസ നമ്മളോട്, അല്ലെങ്കിൽ കാസയുടെ വൈദികർ കയറിയിരുന്ന് ഇതുപോലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് കൊണ്ട് സാധാരണ നല്ലവരായ ക്രിസ്ത്യാനികളോട് നമ്മൾ അവർ ക്രിസ്ത്യാനിയാണ് എന്ന കാരണത്താൽ നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടാവുക, അവർക്ക് നന്മ കിട്ടേണ്ട സന്ദർഭത്തിൽ നന്മ ചെയ്യാതിരിക്കുക, അവരോട് ക്രിസ്ത്യാനിയാണെന്ന കാര്യത്താൽ ഹിന്ദു ആണെന്ന കാര്യത്താൽ അനീതി കാണിക്കുക, അന്യായം കാണിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഈ മൗലികമായ കാഴ്ചപ്പാടനുസരിച്ച് തെറ്റാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നീതി കിട്ടേണ്ടതുണ്ടെങ്കിൽ കിട്ടണം, നന്മ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, അവർക്ക് ചെയ്യണം.
ഈ വെറുപ്പ് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട്, സംഘപരിവാറി കാണിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പ് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട്, ആ സംഘപരിവാർ സമൂഹത്തിന്റെ അതേ മതത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഈ പറയുന്നത് കൊണ്ട് അവരോട് നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ രൂപപ്പെടുന്ന ആ വിരോധം വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 8-ാം സൂക്തം ധാരാളമായി നമ്മുടെ ഈ മിമ്പറിൽ നമ്മൾ എപ്പോഴും ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ആയത്താണ്. ഒരുപക്ഷെ പലരും ഇത് കാണാതെ തന്നെ പഠിച്ചിട്ടുണ്ടാകും, നമ്മളിവിടെ ഉദ്ധരിക്കുന്നത് കേട്ടിട്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഈ ആയത്ത് നമ്മൾ നമ്മുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി നമ്മൾ സഞ്ചരിക്കേണ്ടതാണ്, എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും എല്ലാവരുമായി ഇടപഴകുമ്പോഴും ഇടപെടലുകൾ നടത്തുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് നിങ്ങൾ നീതിക്ക് സാക്ഷികളായി മുന്നോട്ട് പോകണം. ഒരു ജനവിഭാഗത്തോടുള്ള വിരോധം അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തോട് നമുക്കുള്ള വിരോധം അവരോട് നീതി പാലിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമായി വരരുത്. ഇത് ഈ കണ്ടക്സ്റ്റിൽ മാത്രം പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ മുസ്ലിം ആയിക്കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ദൈവിക വചനമാണിത്. ഒരു ജനവിഭാഗത്തോടുള്ള വിരോധം, അവർക്ക് നീതി കിട്ടേണ്ടതുണ്ടെങ്കിൽ ആ വിരോധം കാരണം അവർക്ക് നീതി കൊടുക്കാതെ, അവർക്ക് വേണ്ടി നീതി പറയാതെ നിലകൊള്ളുക എന്ന് പറയുന്നത് ശരിയേ അല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് അഖ്റബു ലിത്തഖ്വ, തഖ്വയോട് ഏറ്റവും അടുത്തതാണ് വിശ്വാസികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. തഖ്വയോട് ഏറ്റവും അടുത്തതാണെന്ന് അല്ലാഹു രണ്ട് കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരു കാര്യം ഇതാണ്, ഒരു ജനസമൂഹത്തോടുള്ള വിരോധം മൂലം അവർക്ക് നീതി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് തടയുക എന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്, തഖ്വക്ക് അങ്ങേയറ്റം എതിരായ സംഗതിയാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ അല്ലാഹു പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സംഘപരിവാറിനും നീതി കിട്ടേണ്ടതുണ്ടെങ്കിൽ, RSSകാരനും നീതി കിട്ടേണ്ടതുണ്ടെങ്കിൽ അവനോടുള്ള വിരോധത്തിന്റെ പേരിൽ അവന് നീതി തടയരുത് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നാണ് പടച്ച തമ്പുരാൻ ഈ പറയുന്നത്. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ വേണ്ടത്ര അളവിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. RSSകാരനോട് നീതിയോ, സംഘപരിവാർ ഈ കാണുന്ന എല്ലാ മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിക്കുന്ന ആളുകളോട് നീതിയോ? അതാണ് ഞാൻ പറഞ്ഞത്, നീതി എന്ന് പറയുന്നത് ഇസ്ലാമിൽ അബ്സല്യൂട്ടാണ്. ഇസ്ലാമിൽ റിലേറ്റീവ് അല്ല, കണ്ടീഷണൽ അല്ല. ഇസ്ലാമിൽ നീതി എന്ന് പറയുന്നത് അബ്സല്യൂട്ടാണ്. ആർക്കും കിട്ടണം. അതിന് ശത്രുവാണോ മിത്രമാണോ എന്നത് പ്രശ്നമേ അല്ല. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനം നോക്കിയാൽ മതി. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് നിങ്ങൾക്ക് തിരിച്ചും യുദ്ധം ചെയ്യാം. വലാ തഅതദു, നീതികേട് കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അവിടെ നീതികേട് കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. ശത്രുപക്ഷവുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്, അതുകൊണ്ട് എന്ത് അനീതിയും കാണിക്കാമെന്നല്ല അള്ളാഹു അവിടെ പറയുന്നത്. നിങ്ങൾ അവിടെയും നിങ്ങൾ നീതി കാത്തു സൂക്ഷിക്കണം. അപ്പൊ നീതിക്ക് വേണ്ടി നിലകൊള്ളൽ ഒരു വിശ്വാസിയുടെ എത്രമേൽ വർദ്ധിതമായ ബാധ്യതയാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇത് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. വെറും നിസ്കരിക്കുകയും നോമ്പുപിടിക്കുകയും അതുപോലെ തന്നെ ദിക്റും സലാത്തും മാത്രം ചൊല്ലി സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു വലിയ താക്കീത് കൂടിയാണിത്, അല്ലെങ്കിൽ വലിയ ഒരു സന്ദേശവും കൂടിയാണിത്. ജീവിതത്തിൽ നീതി പാലിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഈ തത്വങ്ങൾ ഇതനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വർഗീയ മനസ്സ് രൂപപ്പെടുക എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. അത്തരം ആളുകളോട് പോലും അനീതി കാണിക്കാൻ പാടില്ലെങ്കിൽ, അവരുടെ സമൂഹത്തിൽ ഒരു കൂട്ടർ നമ്മളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അവരിലെ ഭൂരിപക്ഷ സമൂഹത്തോട് നമ്മൾ അന്യായം കാണിക്കുക, അവരോട് വിരോധം വെച്ച് പുലർത്തുക, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് എത്രമാത്രം അന്യായമായിരിക്കും. ശത്രുവിനോട് പോലും നീതി കാണിക്കണമെന്ന് പറഞ്ഞ ഒരു വേദം, ശത്രുവിനോട് പോലും നീതി കാണിക്കണമെന്ന് പറഞ്ഞ ഒരു ഐഡിയോളജി നമ്മൾ സ്വീകരിച്ചിരിക്കെ, നമുക്ക് എങ്ങനെയാണ് അവരുടെ കൂട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾ നമ്മളോട് ശത്രുത വെച്ച് പുലർത്തുന്നു എന്ന കാരണത്താൽ അവരിലെ മറ്റുള്ള ആളുകളോടും നമ്മൾ അനീതി കാണിക്കാൻ തയ്യാറാവുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായ തെറ്റായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്, സംഘപരിവാറിനോടുള്ള വിരോധത്തിന്റെ ചുവടുപിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ
ഹിന്ദുക്കളോടും ഹിന്ദു സമൂഹത്തോടും ക്രൈസ്തവ സമൂഹത്തോടും നമുക്ക് വിരോധമുണ്ടാവുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ ഇത് സാധിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സംഗതിയല്ല. ഒന്ന്, ഈ തത്വങ്ങൾ നമ്മൾ അറിയണം. രണ്ടാമത്തേത്, നമ്മൾ ബോധപൂർവം അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. അതിനു പക്ഷേ അസാമാന്യമായ സ്വബുറു വേണം, തഖ്വ വേണം. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് അങ്ങേയറ്റം നിശ്ചയദാർഢ്യം ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ വർഗീയ മനസ്സ് രൂപപ്പെടാതെ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിശ്ചയദാർഢ്യം ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്നല്ല പറഞ്ഞതുപോലെ അത് വലിയ വലിയ നിശ്ചയദാർഢ്യം ആവശ്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സംഗതി ഞാനിപ്പോൾ പറഞ്ഞത് അതിൻ്റെ റിലീജിയസ് പെർസ്പെക്റ്റീവാണ്, മതപരമായ കാഴ്ചപ്പാടാണ്. ഇനി അതിൻ്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് കൂടി നമ്മൾ മനസ്സിലാക്കണം. പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു ഡെമോഗ്രഫിക് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ, അഥവാ ജനസംഖ്യാപരമായ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഇവിടെ ഭൂരിപക്ഷമുള്ളത് ഹൈന്ദവ സമൂഹമാണ്. മുസ്ലിം സമൂഹം ന്യൂനപക്ഷ സമൂഹമാണ്. ഇവിടെ സംഘപരിവാർ എന്തുകൊണ്ടാണ് ഇവിടെ വെറുപ്പുൽപാദിപ്പിക്കാനും വർഗീയത സൃഷ്ടിക്കാനും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹൈന്ദവ സമൂഹത്തിന്റെ മതപരമായ ഉത്ഥാനത്തിന് വേണ്ടിയിട്ടോ പുരോഗതിക്ക് വേണ്ടിയിട്ടോ അല്ല. ഇവരെ കൺസോളിഡേറ്റ് ചെയ്താൽ, ഹൈന്ദവ സമൂഹത്തെ ഏകീകരിച്ചു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് ലാഭമുള്ള സംഗതിയാണ്. ഇവിടെ ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം നടന്നാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചം കിട്ടുക ആർക്കായിരിക്കും? സംഘപരിവാറിനായിരിക്കും. കാരണം എന്താ? ഭൂരിപക്ഷം അവരാണ്. ഇവിടുത്തെ ജനാധിപത്യത്തിലെ ഇലക്ഷൻ പൊളിറ്റിക്സ് അനുസരിച്ച് കൂടുതൽ വോട്ട് കിട്ടുന്നത് ആരാണോ അവർക്കാണ് അധികാരം വാഴാൻ സാധിക്കുക. അതിൻ്റെ ഒരു ദൗർബല്യത്തിൽ നിന്നാണ് ഇന്നത്തെ ഭരണകൂടം ഈ അധികാരത്തിൽ പോലും എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യത്തിൻ്റെ സ്വാഭാവികമായ ദൗർബല്യം മുതലെടുത്താണ് ഈ സമൂഹം, ഈ ഇന്നത്തെ ഭരണാധികാരികൾ ആ ഭരണാധികാര പദവിയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ സംഘപരിവാർ മുസ്ലിം വിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഏകീകരണത്തിന് അവർ ശ്രമിക്കുകയാണ് ഇവിടെ. അതാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ചുവട് പിടിച്ച് നമ്മളിൽ വർഗീയത രൂപപ്പെടുമ്പോൾ കുറച്ചൊക്കെ നമ്മളും ഏകീകരിക്കപ്പെടും. പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വർഗീയമായി പെരുമാറുമ്പോൾ, നമ്മൾ വർഗീയമായി വർത്തമാനം പറയുമ്പോൾ, നമ്മൾ വൈകാരികവും വർഗീയവുമായി പ്രസംഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, കേട്ടു നിൽക്കുന്ന ഒരാൾക്ക് മുസ്ലിം വെറുപ്പാണ് ഉണ്ടാവുക. അയാളെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം വെറുപ്പ് പരിഹരിക്കാൻ അയാൾ ചെയ്യുക, ഇന്നലെ വരെ സംഘപരിവാർ വിരുദ്ധമായ മാനസികാവസ്ഥ സൂക്ഷിച്ചിരുന്ന ആൾ നേരെ പോയിട്ട് സംഘപരിവാർ പക്ഷത്തേക്ക് കാലുമാറ്റി ചവിട്ടും. ഇതുകൊണ്ടപ്പോൾ ഉണ്ടാകുന്നത് ഡബിൾ എഫക്റ്റാണ്. അത് അവർക്കറിയാം. അതുകൊണ്ടാണ് പരമാവധി നുണ പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ പ്രകോപിതരായി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അവർക്ക് വളരെ എളുപ്പം ഈ ഹിന്ദു കൺസോളിഡേഷൻ സാധ്യമാകും. അപ്പം നമ്മൾ വർഗീയതാവാദികളാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നുണ പറഞ്ഞാണ് നമ്മളെ വർഗീയവാദിയാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ വർഗീയവാദിയായാൽ അവർക്ക് എളുപ്പം കാര്യങ്ങൾ നടക്കും. കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ക്ലാസ്സിൽ ഇത് അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ബലത്തിൽ അവരുടെ വർഗീയത കൊണ്ട് എന്താ ഉണ്ടാവുക? അവരുടെ വർഗീയത കൊണ്ട് നമുക്ക് വർഗീയത രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വർഗീയത കൊണ്ട് ബലത്തിൽ എന്താണ് ഉണ്ടാവുക? ഡബിൾ ഇഫക്റ്റ് ആൻഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അവരുടെ നുണ പറച്ചിൽ കൊണ്ട് കുറേ ആളുകൾ വർഗീയമായി ചിന്തിച്ചോളും. പിന്നെ നമ്മൾ വർഗീയത പറയുമ്പോൾ നമ്മളോടുള്ള വിരോധം കൊണ്ട് കുറേ ആളുകൾ അങ്ങോട്ട് മാറി ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ ഡബിൾ എഫക്റ്റ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് പൊളിറ്റിക്കലായിട്ടും മതപരമായിട്ടും ഒരു മുസ്ലിം വർഗീയവാദിയാവുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മളത് പരസ്പരം ഷെയർ ചെയ്യണം. വർഗീയത കൊണ്ട് ഇവിടെ നേട്ടമുണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇവിടെയും നേട്ടമുണ്ടാവില്ല. പരലോകത്ത് നേട്ടമുണ്ടാകും എന്ന് വിചാരിച്ചാലും നേട്ടമുണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വർഗീയമായ ഒരു മനസ്സ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നുണ പറയാൻ കഴിയും, എന്ത് വൃത്തികേടും പറയാൻ കഴിയും. അപ്പം അവർ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഹൈന്ദവ സനാതന ധർമ്മങ്ങൾ, മോറൽ വാല്യൂസ് അവരെ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് അവർ പച്ച നുണകൾ പറയുന്നത്, കല്ല് വെച്ച കള്ളങ്ങൾ പറയുന്നത്, നട്ടാൽ കുരുക്കാത്ത നുണകൾ മുസ്ലിങ്ങളുടെ നേരെ പറയുന്നത്, ഉണ്ടായ കഥകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്, സത്യം പറഞ്ഞ ഒരു സഹോദരിക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്തുന്നത്. എന്തുകൊണ്ടാ? ധാർമ്മികത എന്ന് പറയുന്നത് ഇവരെ തൊട്ട് തീണ്ടിയിട്ടേയില്ല.
ഇവർ ഹൈന്ദവ ധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത്. ഹൈന്ദവ ധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവർ നിലകൊള്ളുന്നത്. ഞാൻ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു മതാശയമല്ല. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയയാണ്, ഒരു രാഷ്ട്രീയ ആശയമാണ്. ആ രാഷ്ട്രീയ ആശയത്തിന്റെ ലക്ഷ്യം ഇവിടെ എല്ലാവരെയും ദൈവവിശ്വാസികളാക്കണം, എല്ലാവരെയും ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിത്തറയിൽ മാറ്റിപ്പണിയണം എന്നതൊന്നുമല്ല. അവരുടെ ലക്ഷ്യം ഇവിടെ അധികാരം ലഭിക്കണം, അധികാരത്തിന്റെ സോപാനത്തിൽ എക്കാലവും വാഴണം. അത് ഇന്ത്യയുടെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റാറ്റസ് അനുസരിച്ച് ഇവിടെ ഹൈന്ദവ ഏകീകരണം നടന്നേ മതിയാകൂ. അത് നടക്കണമെങ്കിൽ എളുപ്പമുള്ള കാര്യം മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിക്കലാണ്. ഹിന്ദുക്കളോടാണ് ഇവർക്ക് സ്നേഹമെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇവർ ചെയ്യേണ്ടത് ഇവിടെ മദ്യം ആദ്യം നിരോധിക്കണം. ഭരണഘടന ആവശ്യപ്പെടുന്നതാണല്ലോ, ഏക സിവിൽ കോഡ് ആവശ്യപ്പെടുന്നു എന്ന് ഇവർ പറയുന്നത് പോലെ ഭരണഘടന ആവശ്യപ്പെടുന്നതാണ് മദ്യനിരോധനം. മദ്യം നിരോധിച്ച് മദ്യ ഉപയോഗം കുറക്കണം. അവരെ നന്നാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്. ആത്മഹത്യ പെരുകുന്ന രാജ്യത്ത്, ഇവിടെ ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹമാണല്ലോ, ആത്മഹത്യയിൽ നിന്ന് മുക്തമാകാനുള്ള വഴികൾ അവർക്ക് ആവിഷ്കരിച്ച് നടപ്പാക്കി കൊടുക്കണം. മാത്രമല്ല, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ. ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഇതിനെ ഏതിനെങ്കിലും ഒരു പരിശ്രമിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളാരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇന്ത്യ അഭിമുഖീകരിക്കുന്ന, ലോകത്ത് ഇന്ത്യയെ സവിശേഷമായി മാറ്റി നിർത്തപ്പെടുന്ന ഒരു തെറ്റായ പ്രവണതയാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ എന്ന് പറയുന്നത്. അതിവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യണം. ഇവർ കോരകോരം ഈ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് പോലെ കോരകോരം ഇവിടെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാവണമെന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവില്ല. കാരണം അതിവിടെ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അതിവിടെ ഇല്ലായ്മയാകണം, അത് ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ മതപരമായ ധാർമ്മികമായ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള വല്ല സംവിധാനവും ഇവിടെ സംഘപരിവാർ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം അതൊന്നുമല്ല അവരുടെ ലക്ഷ്യം. ഹൈന്ദവർക്ക് എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ട് അവരെ ഏകീകരിക്കുന്നതിന് പകരം മുസ്ലിങ്ങളോടുള്ള വിരോധം സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഏകീകരിക്കാനുള്ള കുറുക്കു വഴിയാണ് സംഘപരിവാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥത ഇവർക്ക് ഹിന്ദുക്കളോടുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഹൈന്ദവ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാനും ഈ പറഞ്ഞ സംഗതികളിൽ നിന്ന് അവരെ മുക്തമാക്കാനുമാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഇത് കാപട്യമാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളിൽ വർഗീയത രൂപപ്പെടുകയും നമ്മൾ ഒരു സത്യവിശ്വാസി എന്ന് പറയുന്ന ശരിയായ തലത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. അത് നമ്മൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.